ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും വെറും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു ചിക്കൻ കറി റെഡിയാക്കാം കേട്ടോ. നമ്മൾ ഫ്രൈ ഒന്നും ചെയ്യാതെ വെറുതെ മസാലയിലിട്ട് വഴറ്റിയാണ് ഇത് ചെയ്യുന്നത്. എന്നാലും ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഫീൽ ആട്ടോ, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ. ഒരുപാട് ആഡംബരങ്ങളോ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എന്നാലും വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും റെസിപ്പി കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചിക്കൻ കറി വെക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ ആയിട്ട് എടുത്തേക്കണേ. 2-2.5 കിലോ മുഴുവനായിട്ടുള്ള ചിക്കൻ വാങ്ങിച്ചതിൽ നിന്ന് പകുതിയാണിത്. ഈ ചിക്കനിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്താട്ടോ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ആദ്യം തന്നെ 1 ടീസ്പൂൺ വിനെഗർ ആണ്. വിനെഗർ കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മട്ടിക്കുന്ന ഒരു പുളിപ്പ്, ഒരു മതിരിപ്പ് വരും. അതുകൊണ്ട് കുറച്ച് ഇടാവുള്ളൂ കേട്ടോ. ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മി അവിടെ മാറ്റി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ചിക്കനിൽ ഇങ്ങനെ വിനെഗർ ചേർത്ത് തിരുമ്മി വെച്ച് കഴിയുമ്പോൾ അകത്തുനിന്നൊക്കെ ഇച്ചിരി സോഫ്റ്റ് ആവും കേട്ടോ. കറി വെക്കുന്ന സമയത്ത് മസാലയൊക്കെ അതിൻ്റെ അകത്ത് നല്ലോണം പിടിച്ചോളും. അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ച മാതിരി ഇങ്ങനെ ഒറ്റപ്പെട്ട കഷ്ണങ്ങളൊക്കെ അലരാതെ കിട്ടും. അടുത്തതായിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നന്നാക്കി വെക്കാം. ഓരോന്നും എത്രയൊക്കെയാന്നുള്ളത് എടുക്കുന്ന സമയത്ത് പറയാട്ടോ. മീഡിയം സൈസിലുള്ള 3 സവാള എടുക്കാട്ടോ. എന്റെ വലിയ സവാളയാണ് 2 എണ്ണം, അതുകൊണ്ട് ഒരെണ്ണം ഇച്ചിരി ചെറുതാണ് എടുത്തേക്കുന്നത്. നീളത്തില് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഒരാൾ വന്ന് ചിക്കൻ പരിശോധിച്ചതാണ് കണ്ടത്. കംപ്ലീറ്റ് സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. നിങ്ങളുടെ ചിക്കൻ വെക്കുന്ന മൺചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചട്ടിയിൽ വെക്കാട്ടോ. ഒരു 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കാം. വെളിച്ചെണ്ണ കൂടുന്തോറും ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ഇതിള വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് തന്നെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അങ്ങോട്ട് കൊടുക്കാം. ഇത്രയും നേരം തീയിനെ ലോ മീഡിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ സവാള ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഹൈ ഫ്ലെയിമിലേക്ക് ഇടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇട്ടുകൊണ്ട് പോവാന്നുണ്ടെങ്കിൽ മീഡിയം ലോയിലേക്ക് മാറ്റിയിടാം കേട്ടോ. സവാള നന്നായിട്ട് വഴന്ന് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല ട്രാൻസ്പെറന്റ് ആവണം. ആ ഒരു സമയം കൊണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. 2 ഇഞ്ച് വലുപ്പത്തിലുള്ള 2-2.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. 8-10 വെളുത്തുള്ളി എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഹോൾ സ്പൈസസിലൊക്കെ വരുന്ന പെരിഞ്ജീരകം ഉണ്ടല്ലോ, അതാണ്. സവാള ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അത് അടി പിടിക്കരുത്. നന്നായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ലോയിലേക്ക് വെക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുത്താൽ മതി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച സ്മെല്ലൊക്കെ നന്നായിട്ട് മാറണം കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില ഒരു 2 ഇതളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി എടുക്കാം കേട്ടോ. എൻ്റെ തക്കാളി ഒത്തിരി വലുതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. നല്ല വലിപ്പമുണ്ട്. 2 തക്കാളിയുടെ വലിപ്പം അതിനുണ്ട്. അതുകൊണ്ട് ഈ ഒരു തക്കാളി ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അതവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. അത്യാവശ്യം എരിവുള്ള 8-10 പച്ചമുളക് എടുക്കുക കേട്ടോ. പച്ചമുളക് ഇതുപോലെ ലാസ്റ്റ് ഇടുമ്പോൾ അതിന്റെ ഫ്ലേവർ കറിയിൽ ഇച്ചിരി മുന്നിട്ട് നിൽക്കട്ടോ. ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി അടിച്ചത് സവാള വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ നിന്ന് തക്കാളി കംപ്ലീറ്റ് പോരാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം കേട്ടോ. തക്കാളി, പച്ചമുളക്, സവാള ബാക്കി വരാനുള്ളത് എല്ലാവരും കംപ്ലീറ്റ് കുക്കായി കിട്ടുക ഒരു സമയം കൊണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇപ്പൊ കളറൊക്കെ മാറി നല്ല കറക്റ്റ് ഭാഗമായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ഇട്ടെടുക്കാം കേട്ടോ. നല്ല കളറിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടെടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഞാനിപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ ആണ് ഇട്ടെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുക ചെയ്യാം കേട്ടോ. മല്ലിപ്പൊടി ഒരുപാടായി കഴിഞ്ഞാൽ കൊള്ളില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് തിക്നെസ് ഒന്നും വേണ്ട, കറിക്ക് കുഴപ്പമൊന്നും വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ടാൽ മതിയാവും മല്ലിപ്പൊടി കേട്ടോ. പൊടികൾ ഇട്ട ശേഷം 1 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചിക്കൻ നമ്മൾ എടുത്ത് വെച്ചത് ഇട്ടെടുക്കാം. എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും, അത് മതിയാവും കേട്ടോ 5 മിനിറ്റത്തേക്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളം തിളച്ചത് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തിളച്ച് വറ്റിയൊക്കെ വരുമ്പോഴത്തേനും കുറുകിയ ആ ഒരു പാകാവും. അപ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിക്കാം കേട്ടോ. ഇത്തിരിയും കൂടി ലൂസ് ആക്കി എടുക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടാൽ 15-20 മിനിറ്റ് കൊണ്ട് ചിക്കൻ വെന്തിട്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ഇട്ടെടുക്കാം കേട്ടോ. ഞാൻ ഇട്ടെടുത്തത് റെക്കോർഡ് ആയില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയൊക്കെ തന്നെ ആയിരിക്കും. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വെറും ചോറിനും പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ നല്ലതാണ്. ഇത് ഞാനിപ്പോൾ ഉച്ചക്കത്തെ ചോറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിനാവുമ്പോൾ ഇതിൽ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്താൽ മതി. അങ്ങനെ ഈ ഒരു റെസിപ്പി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാം. നമ്മൾ ഡെയിലി 1-2 ഒക്കെ ഇടുന്നുണ്ട്. താങ്ക് യു ഓൾ.